ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരുപാട് പേർക്ക് ഭയങ്കര ഡാൻഡ്രഫിൻ്റെ പ്രശ്നമുണ്ട്, അതുപോലെ മുടി വളർന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഹോം റെമഡിയിൽ നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്ലസ് നമുക്ക് എന്താ പറയുക, ഡാൻഡ്രഫ് നമുക്കറിയാം, ചെറിയ കുട്ടികൾ മുതൽ ഡാൻഡ്രഫ് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളുടെ ചാനലിനെ സംബന്ധിച്ച് എപ്പോഴും ബ്യൂട്ടി നോളേജ് അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സാണ് നമുക്ക് വരുന്നത്. അതുമാത്രമല്ല നമ്മൾ ഓക്കെയാണ്, അതായത് നമുക്കറിയാം നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അതിൽ ഗുണമുണ്ടാകും എന്ന് തോന്നുന്ന കാര്യം മാത്രമേ നമ്മളുടെ ചാനലിലൂടെ പറയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് മുഴുവനും കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഈ നല്ലൊരു പാക്ക് നമുക്ക് റെഡിയാക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഫുഡാണെങ്കിലും ശരി, നമ്മളെടുക്കുന്ന ഫുഡിൽ നമ്മൾ എത്രത്തോളം പ്രോട്ടീൻ്റെ അളവ് എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കുക എന്നുള്ളത്. നമ്മൾ എക്സ്റ്റേണലായിട്ട് നമ്മൾ എന്ത് പാക്ക് ഇട്ടാലും ശരി, അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെൻറ്റിലേക്ക് പോയാലും ശരി, അതിന് മുന്നായിട്ട് നമ്മൾക്ക് എന്ത് വേണം, നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അതായത് ഫുഡിനെ സംബന്ധിച്ച്. അപ്പോൾ അതിൽ നിങ്ങളെപ്പോഴും ഉൾപ്പെടുത്തുക പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഉൾപ്പെടുത്തുക. ഞാൻ പലപ്പോഴും എപ്പോഴും ഒരു എഗ്ഗ് കഴിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ പറയണം, നമുക്കെപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന പയർ, അതായത് ചെറുപയർ, വൻപയർ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾക്ക് ഒരു പോർഷനെങ്കിലും ഡെയിലി നമ്മളുടെ ഫുഡിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ്, നമ്മുടെ സ്കിന്നിനും നല്ലതാണ്, ഹെയറിനും നല്ലതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾക്ക് ഈ പയർ വർഗ്ഗങ്ങളെല്ലാം തന്നെ നമ്മളുടെ ഫുഡിൽ, നമ്മളുടെ ഡയറ്റിൽ കൊണ്ടുവരാൻ പറ്റിയാൽ വളരെ സൂപ്പർബാണ്. കാരണം നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ടും വേണം, എക്സ്റ്റേണലും വേണം, ഇൻറ്റേർണലും വേണം. രണ്ടും ആ ഒരു കോമ്പിനേഷൻ കറക്റ്റായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. മനസ്സിലായോ? നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക. കാരണം നമ്മളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നോ അതാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നല്ലത് കഴിക്കുക, അതെല്ലാത്തിനും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതുപോലെ ആയിരിക്കണം. ഈവൻ നമ്മൾക്ക് ഭയങ്കര ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മളെപ്പോഴും പറയാം, ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിലും ചിലവർക്ക് സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയിരിക്കും. നമുക്കറിയാം ഡാൻഡ്രഫ് രണ്ട് രീതിയിലുണ്ട്, ഓയിലിയും ഉണ്ട്, ഡ്രൈ ഡാൻഡ്രഫും ഉണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാകാതെ എന്തുകൊണ്ടാണ്, നമ്മളുടെ ശരീരത്തിൽ മോയ്സ്ചറിൻ്റെ അളവ് ഭയങ്കര കുറവായി വരുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നല്ലതുപോലെ നമ്മൾ വെള്ളം കുടിക്കണം എന്നൊക്കെ. ഇന്നർ മോയ്സ്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതെല്ലാം കൂടി വരുമ്പോഴാണ് നമുക്കൊരു യഥാർത്ഥത്തിൽ നമുക്കൊരു റിസൾട്ട് എന്നുള്ളൊരു സംഭവത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് വീട്ടിൽ നമുക്കൊരു പാക്ക് റെഡി. അപ്പോൾ ഇനി മുതൽ എല്ലാവരും ഫുഡ് ശ്രദ്ധിക്കും എന്ന് വിശ്വസിക്കുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് നമ്മളുടെ ഹെയർ നല്ലപോലെ നന്നായിരിക്കണം, നമ്മളുടെ സ്കിൻ നന്നായിരിക്കണം. ഇത് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഇല്ല. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് എഫേർട്ട്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ, എന്നാലും നമ്മുടെ വീട്ടിൽ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ ഈ പയർ വർഗ്ഗങ്ങളൊന്നും. അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിലുള്ളതാണ്. അപ്പോൾ അതെല്ലാം എപ്പോഴും നമ്മൾ ഫുഡിൽ ഒരു പാർട്ടായിട്ട് അതും കൂടി ഒന്ന് ഉൾപ്പെടുത്താൻ പറ്റിയാൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിൽ എങ്ങനെ പാക്ക് റെഡിയാക്കാം, എന്ത് പാക്കാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതെന്നുള്ളത് നോക്കാം. നമ്മളുടെയൊക്കെ കിച്ചണിൽ കാണുന്ന ഒരു സംഭവമാണ് ഉലുവ എന്ന് പറയുന്നത് അല്ലേ. ഒരുപാട് പേര് ഉലുവയുടെ പാക്കൊക്കെ കേട്ടിട്ടൊക്കെ ഉണ്ടാവും. ബട്ട് എന്നാലും ഞാൻ അത് ക്ലിയർ ആയിട്ട് പറയും, പലർക്കും അത് അറിയില്ല അത് ഏത് രീതിയിലാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഉലുവ എന്ന് പറയുന്നത് നമ്മളുടെ സ്കാൽപ്പിനെ തണുപ്പിക്കാനും നല്ല രീതിയിൽ ഡാൻഡ്രഫിനെ മാറ്റാനും നമ്മുടെ റൂട്ടിനെ നല്ല സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഉലുവ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണമെന്നാൽ, തലേന്ന് തന്നെ നിങ്ങൾ 7-8 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്താൽ മാത്രമേ നമുക്കത് ശരിക്കും അതിൻ്റെ ഒരു റിസൾട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഒരു പാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 2 സ്പൂൺ ഉലുവ എടുക്കുക. ഒരാളുടെ ഇതിന് നമുക്കൊരു പാക്ക് ഉണ്ടാക്കാൻ അത്രയും മതി. 2 സ്പൂൺ ഉലുവ ഒരു 7 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ വെള്ളത്തിലിട്ട് അത് കുതിർത്തെടുക്കുക. സോ അത് നമുക്കൊരു പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക്
ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഉള്ളിയുടെ കാര്യം പറഞ്ഞു അല്ലേ, ചെറിയ ഉള്ളി ഒണിയൻ നമുക്ക് നല്ലതാണ്. വലിയ ഒണിയൻ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കുറച്ചും കൂടെ റിസൾട്ട് നമുക്ക് ചെറിയ ഉള്ളിയിലായിരിക്കും. എന്താ പറയുക, ഈ ഡാൻഡ്രഫിനും ചെറിയ ഉള്ളി ഭയങ്കര സംഭവമാണ്, മുടി വളരാനും ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് നമ്മളൊന്ന് മിക്സിയിൽ ഒരു 4-5 എടുത്താൽ മതിയാകും, കൂടുതൽ ആവശ്യമില്ല. ഒരു 3-4 എടുക്കുക, അത് കുറച്ച് വലിയ സൈസിൽ എടുത്തിട്ട് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ദെൻ അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, അത് ഞാൻ നിർബന്ധമൊന്നും പറയുന്നില്ല, നമുക്കറിയാം നമ്മുടെ പണ്ട് തൊട്ടേ നമ്മൾ വീട്ടിലൊക്കെ കേട്ടുള്ള ഒരു കാര്യമാണ് താളി എന്ന് പറഞ്ഞിട്ട്. നമ്മളെപ്പോഴും യൂസ് ചെയ്യാറുണ്ട് ചെമ്പരത്തി പൂ. അത് ഭയങ്കര ഒരു നല്ലൊരു നമ്മൾ ക്ലെൻസറുമാണ്, എന്നാൽ സെയിം ടൈം മോയ്സ്ചറും കൂടിയാണ്. നമ്മൾ ഹെയറിന് കൊടുക്കുന്ന മോയ്സ്ചറൈസ്, അതായത് കണ്ടീഷണറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ലൈക്ക് നമുക്കൊരു ക്ലെൻസറായിട്ടും ഒരു ഷാമ്പൂവിൻ്റെ എഫക്റ്റും ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് എന്തിനാണ് ചെമ്പരത്തി നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഹെയറിനെ ഒന്നുകൂടി സോഫ്റ്റ് ആക്കാനും എന്നാൽ നല്ല സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ചെമ്പരത്തി പറ്റുമെങ്കിൽ 2-3 ഫ്ലവർ എടുക്കുക. ദെൻ അതും നമുക്കൊന്ന് മിക്സിയിലിട്ട്, അതും അതിൻ്റെ ലീഫും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ നമുക്ക് വീടുകളിലൊക്കെ, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എന്താ പറയുക, നമ്മൾ വാഷ് ചെയ്യണ കല്ലിലൊക്കെ ഇട്ടിട്ട് ആ ചെമ്പരത്തി പൂവൊക്കെ വെച്ച് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അരച്ചെടുക്കുന്ന പോലെ, അത് ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഇങ്ങനെ തിരുമ്മിയെടുത്തിട്ട് നമ്മൾ സ്കാൽപ്പിലും ഒക്കെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യും. അപ്പോൾ തന്നെ ഒരു ഷാമ്പൂവിൻ്റെ എഫക്റ്റ് ഒക്കെ വരുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ നമുക്കത് ചിലപ്പോൾ ചിലവർക്കൊന്നും അത് ഇഷ്ടപ്പെടത്തില്ല, കാരണം ഒരു ലൈക്ക് അത് എന്തോ പോലെയുള്ള ഒരു ഫീൽ നമുക്ക് ഉണ്ടാവും. ബട്ട് എന്നാലും അത് നമുക്കത്രയും ക്ലെൻസറാണ് അത്, ലൈക്ക് അതേ സെയിം ടൈം നമുക്കത് ഒരു കണ്ടീഷണറായിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി, നിർബന്ധമില്ല. എന്നിട്ട് ഇത് 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ, ഒരു എന്താ പറയുക, നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒഴുകി പോകുന്ന പോലെ തോന്നാനും പാടില്ല, ബട്ട് ഒരുപാട് തിക്കായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ എന്താ ഭയങ്കര കട്ടിക്ക് അവിടെ നിൽക്കുന്ന രീതിയിലോ ആവാൻ പാടില്ല. ഇത് രണ്ടും നല്ലതല്ല. നമ്മൾ ഒരു നോർമൽ കൺസിസ്റ്റൻസിയിൽ എടുക്കുക, ഒഴുകിയും പോകരുത്, ഓവർ കട്ടിയാവരുത്. ആ രീതിയിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ സ്കാൽപ്പ് നല്ലപോലെ ഫോക്കസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. സ്കാൽപ്പ് മീൻസ് തലയോട്ടിയിലേക്ക് ഫോക്കസ് ചെയ്ത് അപ്ലൈ ചെയ്യുക. ദെൻ ഹെയറിലും അപ്ലൈ ചെയ്യുക കേട്ടോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആദ്യം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സ്കാൽപ്പിലാണ്, ബിക്കോസ് നമ്മളുടെ ഡാൻഡ്രഫിനെ നല്ലപോലെ കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മളെ റൂട്ടിനെ സ്ട്രെങ്തൻ ചെയ്യാനും നമുക്ക് ഈ പാക്ക് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് സ്കാൽപ്പ് നല്ലപോലെ ഫോക്കസ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്ലസ് നമുക്ക് ഹെയറിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് എത്ര സമയം വയ്ക്കാമെന്ന് വെച്ചാൽ, ഒരു അരമണിക്കൂർ മുതൽ, അതായത് 30 to 40 മിനിറ്റ്സ് വരെ വയ്ക്കാം. അതിൽ കൂടുതൽ വെക്കേണ്ട, കാരണം ഉലുവ എന്നൊക്കെ പറയുമ്പോൾ തണുപ്പൊക്കെയാണ്. ഇനിയിപ്പം എന്താ പറയുക, ചിലവർക്ക് അലർജിക് ഇഷ്യൂസ് ഉള്ളവർ, തണുപ്പ് പറ്റില്ലാത്തവർ ഇത് ട്രൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കുഴപ്പമൊന്നുമില്ല എന്നുള്ളവർ മാത്രം ട്രൈ ചെയ്യുക കേട്ടോ. ചിലവർക്ക് പല പല പ്രശ്നങ്ങളുണ്ടാവും, തണുപ്പ് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊരു 30 to 40 മിനിറ്റ്സ് വയ്ക്കാം. എല്ലാവർക്കും, എല്ലാ പ്രായത്തിലുള്ളവർക്കും ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമുക്കിത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ഹാഫ് ആൻ അവർ മുതൽ ഒരു 40 മിനിറ്റ്സ് വരെ വെച്ചിട്ട് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ വേണമെങ്കിൽ, ഓപ്ഷനിലാണ്, വീണ്ടും ഞാൻ പറയാം, വേണമെങ്കിൽ നമുക്ക് ഒരു എഗ് വൈറ്റും കൂടി ഈ പാക്കിൽ ആഡ് ചെയ്യാം. എഗ് വൈറ്റ് മാത്രം കേട്ടോ. അപ്പോൾ എഗ് വൈറ്റ് മാത്രമായിട്ട് ഈ പാക്കിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അപ്ലൈ ചെയ്ത്, കാരണം എപ്പോഴും എഗ് വൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രോട്ടീനാണ്, അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പാക്കായിരിക്കും, വളരെ സൂപ്പർബ് ആൻഡ് ഹെൽത്തി പാക്കായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് നമ്മൾ വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് വാഷ് ചെയ്ത് കളയുമ്പോൾ ഷാമ്പു യൂസ് ചെയ്യാതിരുന്നാൽ അത്രയും ബെറ്ററാണ്. ഇനി നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്താൽ മതി കേട്ടോ. കാരണം ഇതിനകത്ത് കണ്ടീഷണർ ഉണ്ട്, മാസ്ക് ഉണ്ട്, എല്ലാ കാര്യങ്ങളും, പ്രോട്ടീൻ്റെ അളവുണ്ട്, എല്ലാം കൂടി വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷാമ്പൂ ഇടാതിരിക്കും. പക്ഷേ ഷാമ്പൂ ഇട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഇതിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കര, എല്ലാവർക്കും ഇതിൻ്റെ സ്മെല്ല് ഓക്കെ ആവണമെന്നില്ല. കാരണം നമുക്കിതിനകത്ത് എഗ് വൈറ്റ് വരുന്നുണ്ട്, അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും, അതുപോലെ തന്നെ ഉലുവയുടെ സ്മെല്ലുണ്ടാവും, അങ്ങനെ ഇത് ഉള്ളിയുടെ സ്മെല്ലുണ്ടാവും. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുമാതിരി ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വളരെ മൈൽഡായിട്ടുള്ള
വല്ല നോർമൽ ബേബി ഷാമ്പു അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവം വെച്ചിട്ട് നമ്മളൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പാക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഏത് പാക്കാണെങ്കിലും ഇന്നിട്ട് നാളെ റിസൾട്ട് എന്നുള്ളത് നോക്കണ്ട, നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുക. ആഴ്ചയിൽ 2 പ്രാവശ്യം നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത്രയും നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ്. വളർച്ചയ്ക്കും മുടി വളർച്ചയ്ക്കും താരൻ ഇല്ലാതാക്കാനും ഹെയറിനെ നല്ല സ്ട്രെങ്തൻ ചെയ്യാനും ഹെയറിന് പ്രോട്ടീൻ കൊടുക്കാനും കണ്ടീഷനിങ് ഏജൻ്റായിട്ടും ഇതെല്ലാ കാര്യങ്ങളും ഒറ്റ പാക്കിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെമ്പരത്തി എടുക്കുന്നുണ്ട്, ഉള്ളി എടുക്കുന്നുണ്ട്, ഉലുവ എടുക്കുന്നുണ്ട്, ദെൻ പ്രോട്ടീന് വേണ്ടി നമ്മൾ എഗ് വൈറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊരു മിശ്രിതം എന്ന് പറയുമ്പോൾ അത്രയും നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു ടിപ്സ് എന്നുള്ളതിലുപരി നല്ലൊരു ട്രീറ്റ്മെൻറ്റ് പാർട്ടും കൂടെ ആയിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കാണെങ്കിലും ചെയ്ത് കൊടുക്കാം, പക്ഷേ കുറേ ടൈം വെക്കണ്ട കേട്ടോ. പിള്ളേർക്ക് പെട്ടെന്ന് കോൾഡൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് കുഞ്ഞു പിള്ളേർക്ക് ചെയ്യരുത്. ഒരുവിധം കുഴപ്പമില്ല, ഒരു ഇച്ചിരി സ്കാൽപ്പും അവരൊന്ന് മെച്ചോർഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. പക്ഷേ പെട്ടെന്ന് വാഷ് ചെയ്തോളൂ. ഒരുപാട് സമയം വെച്ച് പിള്ളേർക്ക് അസുഖമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളും ശ്രദ്ധിക്കുക. ഒരുപാട് ഈ തണുപ്പ് പാടില്ലാത്തവർ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. എന്നതിന് ശേഷം എനിക്ക് റിസൾട്ട് ഒന്ന് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മതി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റും ചെയ്ത് അറിയിക്കണം. പ്ലസ് ഒന്ന് ലൈക്കും ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ഒന്നും ഇല്ലാതെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് വൈസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് തന്നെ എന്തൊരു പൈസ വരും. അപ്പോൾ അതല്ലാതെ നമുക്ക് വീട്ടിൽ നാച്ചുറലായിട്ടും ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, ലൈക്ക് ചെയ്യുന്നവർക്കും, കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ, നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കുറച്ചും കൂടെ എന്തെങ്കിലും കാര്യങ്ങൾ ഹെയറിലാണെങ്കിലും അറിയണം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തും കൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.